പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ വിശുദ്ധത്തിന്റെ മൂലത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. വിശദീകരണത്തിന്
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിശുവായി പിറന്നുകൊണ്ട് നിർമ്മലതയുടെ മാഹാത്മ്യം ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ആത്മാവിലും ശരീരത്തിലും നിഷ്കളങ്കത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറന്ന് ആധ്യാത്മിക ശിശുത്വത്തിന്റെ സ്വർഗീയ മൂല്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. വലിയവരായി എണ്ണപ്പെടുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാവരാലും പ്രശംസിക്കപ്പെടണമെന്നും എല്ലായ്പ്പോഴും ബഹുമാനിക്കപ്പെടണമെന്നുള്ള ചിന്തകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവഹേളിക്കപ്പെടുമെന്നും വിസ്മരിക്കപ്പെടുമെന്നുമുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസവും പരലോക ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും സമസൃഷ്ടങ്ങളോടുള്ള സ്നേഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കാലിത്തൊഴുത്തിലെ ജനനം മുതൽ കാൽവരിയിലെ മരണം വരെ അവിടുന്ന് കടന്നുപോയ ശൈശവത്വത്തിന്റെ പാതയിലൂടെ നിരന്തരം ഞങ്ങളെ നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സുഹൃതങ്ങളുടെ വിളനിലമായ ഉണ്ണീശോയേ, സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും കരുണാപൂർവം ഇടയാക്കണമേ. അങ്ങയുടെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാരിദ്ര്യ ചൈതന്യത്താൽ ഞങ്ങളെ സമനരാക്കണമേ. അങ്ങയുടെ അനുസരണാരൂപിയാൽ ഞങ്ങളെ വിനയപൂർണരാക്കണമേ. അങ്ങയുടെ തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ അനുകമ്പയാൽ ഞങ്ങളെ ധന്യരാക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ത്യാഗശാലികളാക്കണമേ. ഹൃദയശാന്തതയും എളിമുള്ള യേശു ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ശിശുക്കളുടെ സ്നേഹിതനായ ഉണ്ണീശോയെ, അവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സംരക്ഷിച്ചുകൊള്ളണമേ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിഹനിക്കപ്പെടുന്ന ശിശുക്കളോട് സത്യവിശ്വാസത്തിൽ വളരുവാൻ അവസരം ലഭിക്കാത്ത കുട്ടികളോട് കരുണ കാണിക്കണമേ. അനാഥരും രോഗികളുമായ കുഞ്ഞുങ്ങളെയും ദാരിദ്ര്യം കൊണ്ട് യുദ്ധം കൊണ്ട് വിശ്രമിക്കുന്ന പൈതങ്ങളെയും ദയാപൂർവം പരിപാലിക്കണമേ. അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ദുഷിച്ച സാഹചര്യങ്ങളിൽ വളരുകയും തെറ്റായ വഴികളിൽ ചരിക്കുകയും ചെയ്യുന്ന യുവതി യുവാക്കന്മാരെ നേർവഴിയിലേക്ക് തിരിച്ച് അവരെ നിർമ്മലരായി സൂക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 10 മുതൽ വാക്യങ്ങൾ. ഒരു ദൈവദൂതൻ ആട്ടിടയന്മാരുടെ അടുത്തെത്തി അവരോട് പറഞ്ഞു, ലോകത്തിന് മുഴുവൻ ആനന്ദദായകമായൊരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ദാവീദിന്റെ ഗോത്രത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ, കർത്താവായി മിശിഹ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. ഉടനെ ഒരു ഗണം സ്വർഗീയ ഗണങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പാടിക്കൊണ്ട് ആ ദൈവദൂതനോടൊന്നിച്ച് സർവേശ്വരനെ സ്തുതിച്ചു. ദൈവദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിയപ്പോൾ, നമുക്ക് ബത്ലഹേമിൽ പോയി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന സംഭവം കാണാമെന്ന് അവർ പരസ്പരം പറഞ്ഞു.
അവർ അതിവേഗം പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു. ശിശുവിനെ കണ്ട ശേഷം ആ ദിവ്യ ഉണ്ണിയെപ്പറ്റി തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ പ്രസിദ്ധമാക്കി. ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ഉണ്ണീശോയുടെ സവിധത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരെയും ഉണ്ണീശോ എന്നുമെന്നും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചാലക്കുടിയിൽ നിന്ന് സിൻസി എന്നു പേരുള്ള മകൾ വെന്റിലേറ്ററിലാണ്. പ്രാർത്ഥന സഹായം യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഈ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, ഞങ്ങൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാനും അവരെ ദൈവഭയത്തിൽ വളർത്താനും അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് കാലിഫോർണിയയിൽ നിന്ന് ഡിനു ആശ. കടബാധ്യതയാൽ വിശ്രമിക്കുന്ന ഏറെ കുടുംബക്കാർ പ്രാർത്ഥന സഹായം യാചിച്ചിട്ടുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയ്ക്ക് ഞങ്ങളുടെ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എൻ്റെ മകളുടെ കയ്യിൽ ഒരു ആക്സിഡൻ്റ് മൂലം വളരെ വലിയ മുറിവുണ്ടാവുകയും അതുവഴി കൈയുടെ കുഴ തെറ്റുകയും ചെയ്തു. 6 ആഴ്ച കൈ അനങ്ങാതെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഉണ്ണീശോയെ, അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലക്കച്ചവടം നടക്കുവാൻ 3 പേര് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നുണ്ണീശോയെ, എൻ്റെ മകൾ ഷെറിൻ, എൻ്റെ മകൻ ഷെറിൻ 2 മാസമായി പുറത്തു പോയിട്ട് അവിടെ ചെന്നിട്ട് അവന് വളരെ ബുദ്ധിമുട്ടാണ്. അവന് പോരണം എന്ന ചിന്തയാണ് മനസ്സിൽ. ജോലി സ്ഥിരത ലഭിക്കുവാനും ജോലിയിൽ തുടരുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ നിഷയ്ക്ക് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്.
അവൾക്ക് എന്നും വയറുവേദനയാണ്. അവളുടെ അസുഖം മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ സാറായ്ക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. അവൾക്കെന്നും അസുഖങ്ങളാണ്. ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അസുഖം അപ്പോൾ മാറുന്നുണ്ടെങ്കിലും പിന്നീടത് തുടരുകയാണ്. ഉണ്ണീസു എൻ്റെ മകളെ അനുഗ്രഹിച്ച് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. എൻ്റെ ഉണ്ണീസുയെ എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പേര് ഷീജ. എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ ഉണ്ണീസുക്ക് കത്തെഴുതുന്നു. എൻ്റെ വീട്ടിൽ ഒരു സമാധാനവുമില്ല. എൻ്റെ ഭർത്താവും ഞാനുമായി മിക്കപ്പോഴും വഴക്കിലാണ്. ഭർത്താവുമായി ആരെങ്കിലുമായി എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ഉണ്ണീസോയെ പൊട്ടിത്തെറിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് എൻ്റെ ഭർത്താവിന് കടുത്ത വെറുപ്പാണ്. വീട്ടിലെനിക്ക് ഒരു സഹായവും ചെയ്യുന്നില്ല. അതിനാൽ എൻ്റെ ഭർത്താവിനെ തിന്മയുടെ ശക്തിയിൽ നിന്ന് വിടുവിച്ച് ഞാനും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടെ മുന്നേറാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലെ സഹോദരി സഹോദരങ്ങൾ കൂടുതൽ രമ്യതയിലാകുവാൻ, പാർട്ടീഷൻ ഏറ്റവും സ്നേഹത്തിൽ നടക്കുവാനും പ്രാർത്ഥിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഉണ്ണീസു തൻ്റെ തിരുസവിധത്തിൽ കണ്ണുനീരോടെ വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഉണ്ണീസോയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയതിൻ്റെ ഉപകാരസ്മരണയാണ് തുടർന്ന് അറിയിക്കുക. അവരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉണ്ണീസുവിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾ ബിനി സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. എപ്പോഴും അവൾക്ക് വൊമിറ്റിംഗ് എന്നൊരു അസുഖമുണ്ട്. ഈ വൊമിറ്റിംഗ് ഉണ്ണീസോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായിട്ടുള്ള സൗഖ്യം അവൾക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ഉണ്ണീസോയ്ക്ക് നന്ദി അറിയിക്കുന്നു എന്ന് ലിസി ജോസ്. ഉണ്ണീസോയ്ക്ക് 1000 നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. ഉണ്ണീസോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആരോഗ്യമുള്ള ഒരു മകളെ നൽകി ഉണ്ണീസോ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്, നിങ്ങൾക്ക് തരുമെന്നള്ളി ചെയ്ത ദിവ്യനാഥ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കരുണാപൂർവം സ്വീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആകുലതകളിലും ആശങ്കകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് വിശദീകരിക്കണമേ. അങ്ങയുടെ സന്നനത്തെ വിളിച്ചറിയിച്ച മാലാഖമാരുടെ ആനന്ദവും അങ്ങേ ആരാധിച്ച് ആട്ടിടയന്മാരുടെ നിഷ്കളങ്കതയും അങ്ങേക്ക് സമാനങ്ങൾ കാഴ്ചവെച്ച് രാജാക്കന്മാരുടെ വിശ്വാസവും അങ്ങേ പ്രതിയെല്ലാം ഉപേക്ഷിച്ച് സ്ലീഹന്മാരുടെ തീഷ്ണതയും അങ്ങേക്കായി മരണം കൈവരിച്ച് രക്തസാക്ഷികളുടെ ധീരതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മാതാവായ പരിസ്ഥിതിക മറിയത്തിൻ്റെയും വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം വഴി ഞങ്ങളിപ്പോൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം കരുണാപൂർവം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ആമീൻ.
കാലിത്തൊഴുത്തിൽ ശിശുവായി പിറന്ന ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. നസ്രസിൽ വളർന്നുണ്ണി യേശു നിങ്ങളുടെ ആനന്ദമായിരിക്കട്ടെ. ദേവാലയത്തിൽ കണ്ടെത്തിയ ബാലനായ യേശു നിങ്ങളെ ദൈവീയ കാര്യങ്ങളിൽ തീഷ്ണമതികളാക്കട്ടെ. രഹസ്യ ജീവിതം നയിച്ച ക്രിസ്തു നിങ്ങളുടെ മാതൃകയായിരിക്കട്ടെ. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച യുവാവായ മിശിഹ നിങ്ങളുടെ സഹപ്രവർത്തകനായിരിക്കട്ടെ. രോഗികളെയും ആകുലരെയും ആശ്വസിപ്പിച്ച മിശിഹ നിങ്ങളെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും വിമുക്തരാക്കട്ടെ. പിശാചികളെ ബഹിഷ്കരിച്ച മിശിഹ നിങ്ങളിൽ നിന്ന് സകലവിധ പൈശാചിക പ്രവർത്തനങ്ങളെയും ദൂരീകരിക്കട്ടെ. കുരിശുമരണം വഴി ജീവൻ ബലിയർപ്പിച്ച മിശിഹ ത്യാഗങ്ങൾ സഹിക്കുവാൻ നിങ്ങളെ സന്നിധരാക്കട്ടെ. ഉത്ഥാനം ചെയ്ത മിശിഹ നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. പരിശുദ്ധ കുർബാനിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു നിങ്ങളുടെ ജീവനും ശക്തി കേന്ദ്രവുമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ബെന്നി പാറക്കാട്ടിലച്ചൻ ആലങ്ങാട് കുന്നേൽപ്പള്ളിയിൽ വികാരിയായിട്ട് 9 മാസത്തിൽ അധികമായി. എന്നും പ്രഭാതം മുതൽ വൈകിട്ട് 8 മണി വരെ ഒത്തിരി തീർത്ഥാടകർ കടന്നു വരുന്ന ദേവാലയമാണ് ആലങ്ങാട് കുന്നേൽപ്പള്ളി. ഇവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പോകുന്നതിൻ്റെ ഒത്തിരി റിപ്പോർട്ടുകൾ അവർ വരുമ്പോൾ കേൾക്കാറുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും കടന്നു വരുന്നത് കുട്ടികളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാത്തവർ, രോഗികളായിട്ടുള്ളവർ, ഇവരൊക്കെ ഇവിടെ വന്ന് സൗഖ്യം നേടിയിട്ട് പോകുന്നതും വിവാഹം നടക്കുന്നതിൻ്റെയൊക്കെ ഒത്തിരി റിപ്പോർട്ടുകൾ ഇവിടെ വരുമ്പോൾ കിട്ടാറുണ്ട്. പ്രത്യേകമായിട്ട് അടുത്തിടയ്ക്ക് എന്നെ കാണാൻ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കുടുംബത്തെ ഓർക്കുകയാണ്. അവർ ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 18 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുക. ആ കുഞ്ഞിനെ ബ്ലെസ് ചെയ്യാനായിട്ടുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ അടുത്തിടയ്ക്ക് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു ചേച്ചി പങ്കുവച്ച ഒരു കാര്യം ഓർക്കുകയാണ്. അവരുടെ സഹോദരിക്ക് ചെറുപ്പത്തിൽ ഗോയിറ്റർ എന്ന അസുഖമുണ്ടായി. ഉണ്ണിയേശുവിൻ്റെ സവിധത്തിൽ വന്ന് അവർ പ്രാർത്ഥിച്ച് തമുക്ക് നേർച്ച നടത്തി വീട്ടിൽ ചെന്ന് 2 ദിവസത്തിനകം ഈ ഗോയിറ്റർ എന്ന അസുഖം മാറുകയാണ്.
ഇവരുടെ വീട്ടിൽ ഗോയിറ്റർ വന്ന വ്യക്തിയുടെ ഫോട്ടോയും മാറിയ ഫോട്ടോയുമുണ്ട്. അനുദിനം ഉണ്ണിയേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നേരിൽ കാണാനും കേൾക്കാനുമുള്ള വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടുക. കണ്ണീരോടെ അവിടുത്തെ സവിധത്തിൽ വരുന്ന എല്ലാവരെയും ഉണ്ണിയേശു അനുഗ്രഹിച്ച് പറഞ്ഞയക്കുക. അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഒരമ്മച്ചി ഈ ദേവാലയത്തിലേക്ക് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ഓടി വരികയുണ്ടായി. ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച ശേഷം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഉണ്ണിയേശുവിന് ഞാൻ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട്. എൻ്റെ മകളുടെ കിഡ്നി രണ്ടും ഫങ്ഷനിങ് അല്ല, കൊച്ചു നീര് വെച്ച് കിടക്കുന്നു, മകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നേർച്ച കാഴ്ചകൾ നടത്തി അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഒരു കൊന്ത ആശീർവദിച്ച് വാങ്ങി ഈ സഹോദരി കടന്നുപോവുകയുണ്ടായി. ആ കുഞ്ഞിനുണ്ടായ അസുഖം വൈറസ് അറ്റാക്കാണ്. ഡോക്ടേഴ്സിന് ആദ്യം കണ്ടെത്താൻ സാധിച്ചില്ല. ആദ്യം ചികിത്സ ഇഫക്റ്റീവായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് തുടങ്ങിയ ചികിത്സകൾ വളരെ ഇഫക്റ്റീവായി ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ട് അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരികയുണ്ട്. അനുദിനം ഇവിടെ കടന്നു വരുന്ന ആളുകൾക്കൊക്കെ അനുഗ്രഹങ്ങൾ ഏറെയേറെ ലഭിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഉണ്ണി ഇറങ്ങി വന്ന ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ എന്നും ഉണ്ണീശോ അനുഗ്രഹിക്കുന്നു. പ്രവർത്തകനായ എൻ്റെ ഉണ്ണീശോയ്ക്ക് 1000 നന്ദി. ഞാൻ ആരങ്ങാട് കുന്നേൽപ്പള്ളി കപ്പ്യാരായി സേവനം ചെയ്യുന്നു. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ എൻ്റെ കണ്ണുകൾ രണ്ടും കാഴ്ച നഷ്ടപ്പെട്ടൊരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി, പല മെഡിക്കൽ ക്യാമ്പുകളിലും കയറി ഇറങ്ങി. ആ അവസരത്തിലൊന്നും എൻ്റെ കാഴ്ച വീണ്ടും കിട്ടാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു വികാരിയച്ഛൻ ഫാദർ താമരവിളി, അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിനും വളരെയധികം ചുമ എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്, ജോയി, നമ്മുടെ ഈ അത്ഭുത കിണറിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുക്കുക, ഞാനും കഴിക്കും, ചേട്ടനും കഴിക്കണം. 9 വെള്ളിയാഴ്ച നമുക്കിവിടെ ഈ നൊവേനയിൽ പങ്കുചേരാം. അങ്ങനെ നമുക്ക് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കാഴ്ച തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ്റെ ചുമ മാറുന്നതിനും വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് 7 ആഴ്ചയ്ക്കുള്ളിൽ 7 നൊവേനകളിൽ ഞാൻ പങ്കെടുത്തു. 7 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് എൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എൻ്റെ കണ്ണുകൾ കാഴ്ച ലഭിക്കുകയുണ്ടായി. എൻ്റെ ഉണ്ണീശോ എന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്കത്. എൻ്റെ പേര് ഫിലോമിന സേവ്യർ എന്നാണ്. ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ 2 കാലിനും സ്വാധീനം ഉണ്ടായില്ല. പഠിക്കാനൊക്കെ പോകുന്നത് എൻ്റെ അമ്മ എന്നെ എടുത്തു കൊണ്ടുവന്നാക്കി തിരിച്ചെടുത്തു കൊണ്ടുവന്നാണ് ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരുന്നത്. കാല് പൊട്ടി ചോര ഒഴുകിയാണ് വീട്ടിലെത്തണേ.
അങ്ങനെ ഞാൻ ഉണ്ണീശ്വരൻ അടുത്ത് വന്ന് ദിവസവും പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും വൈകിട്ടും വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ ഉണ്ണീശ്വരയുടെ നടയിൽ കാല് തട്ടി വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ നിന്ന് കുറേ ചോര ഒഴുകി പോയതായതും എൻ്റെ കാല് പൊട്ടിയതുമാണ് ഞാൻ കണ്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന്മേൽ ചോര ഉണ്ടായില്ല, പൊട്ടിയതും കണ്ടില്ല. എൻ്റെ അമ്മ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് അന്ന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ശരിക്കും നടക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാലിനാണെങ്കിൽ നീളം കുറവുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ കാല് നടക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ശരിക്കും ആ കാലിനും നല്ലൊരു വ്യത്യാസമുണ്ട്. എൻ്റെ മോന് 6 മാസം ഉള്ളപ്പോൾ പനി കൂടി കണ്ണൊക്കെ മറിഞ്ഞ് കൊച്ചിനെ ആസ്പത്രി കൊണ്ടുപോയി. അപ്പോൾ അടുത്ത ആസ്പത്രി കാണിച്ചപ്പോൾ വേറെ ആസ്പത്രി കാട്ടാൻ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് സ്കാനൊക്കെ ചെയ്ത് ഒക്കെ നോക്കിയപ്പോൾ കൊച്ചിന് തലച്ചോറിന് പഴുപ്പാണെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നാൾ ആസ്പത്രി കിടന്ന് കൊച്ചി അനക്കമില്ലാതെ വെള്ളം ഒന്നും കഴിക്കാതെ കിടപ്പ് തന്നെ കിടക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ണീശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മോന് അസുഖം മാറിക്കിട്ടിയാൽ ഞാൻ ഉണ്ണീശോയുടെ നടയിൽ കൊണ്ടുവന്ന് കിടത്തിക്കോളാമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കൊച്ചിനിങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് തോന്നണില്ല എന്നാണ് പിന്നീട് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്ന് വരെ പിന്നെ വേറെ അവന് കുഴപ്പമൊന്നുമില്ല, അവനിന്ന് സുഖമായിട്ടിരിക്കണം. ഇപ്പോൾ 21 വയസ്സായി. വിളിച്ചാൽ വിളിയേക്കണം അത്ഭുത ഉണ്ണീശോയെ, അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആനീസ് സെബാസ്റ്റ്യൻ. ഞാൻ ഈ ഇടവക്കാരിയാണ്. എനിക്ക് ക്യാൻസർ വന്ന് എൻ്റെ ഇളയ മോന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ 2 മാറിലും തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് വേദനയായിട്ട് തിരിഞ്ഞ് എൻ്റെ ഈശോയെ എനിക്ക് ആരുമില്ല, എൻ്റെ രോഗം എന്താണെന്ന് എനിക്ക് അറിയാനും പാടില്ല, ക്യാൻസർ എന്ന പേര് വിളിച്ച് ഞാൻ ജീവിക്കില്ല എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്, 10 സെൻറ്റ് സ്ഥലവും. അത് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പരിപാടിയാവും എന്ന് ഞാൻ പറയുകയും ഈശോയോട് പ്രാർത്ഥിച്ച് 25-ാം തീയതി 2 മാറെടുത്ത് കളയാമെന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ തീരുമാനിച്ചാണ്. അപ്പോഴാണ് ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചതിന് ഫലമായി ഈശോ റിസൾട്ട് വന്നത്. കുഴപ്പമൊന്നുമില്ലയെന്നും പറഞ്ഞ്. കുന്നിൽ വാഴും പൊന്നുണ്ണീശോ എന്നുള്ളിൽ വന്നു വസിക്കണേ, കുന്നിൽ വാഴും പൊന്നുണ്ണീശോ എന്നുള്ളിൽ വന്നു വസിക്കണേ. എന്നും നിൻ സ്തുതിഗീതി പാടാൻ എന്നിൽ തിരുവരമേകണേ, എന്നിൽ തിരുവരമേകണേ. കുന്നിൽ വാഴും പൊന്നുണ്ണീശോ എന്നുള്ളിൽ വന്നു വസിക്കണേ. എന്നും നിൻ സ്തുതി ഗീതി പാടാൻ എന്നിൽ തിരുവരമേകണേ, എന്നിൽ തിരുവരമേകണേ.
ആലങ്ങാട് പള്ളിക്കും കുന്നേൽ പള്ളിക്കും ഒരു ചരിത്രപരമായ ബന്ധമുണ്ട്. ഏകദേശം 250 വർഷങ്ങളോളം മുമ്പ് കാട്ടുപ്രദേശമായ കുന്നേലിൽ ഒരു താപസൻ ജീവിച്ചിരുന്നു. കാട്ടിൽ ആടുമേയ്ക്കാനായിട്ട് വരുന്ന ബാലന്മാർ ഈ താപസനുമായി കൂട്ടുകൂടുകയും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അരിപ്പൊടിയും കാട്ടുപഴങ്ങളും കൂട്ടിക്കുഴച്ച് ഈ താപസനുമായി പങ്കുവെച്ച് ഭക്ഷിക്കും. പിന്നീട് ഈ താപസൻ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കുന്നിനു മുകളിൽ സംസ്കരിക്കുകയും ചെയ്തു. ഒരിക്കൽ കുന്നിനു മുകളിൽ സംസ്കരിച്ച സ്ഥലത്ത് ഒരു പ്രകാശം കാണുകയും അതിൻ്റെ വിവരം അന്വേഷിച്ച് വന്ന ആലങ്ങാട് വികാരിയും ജനങ്ങളും അവിടെ അത്ഭുതമായ ഒരു ദിവ്യോണ്ണീശോയുടെ തിരുസ്വരൂപം കണ്ടു. അവർ അത് ആലങ്ങാട് പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയും പിറ്റേന്ന് അതവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണത്തിൽ തിരുസ്വരൂപം താപസൻ്റെ കുഴിമാടത്തിൽ തന്നെ കാണപ്പെടുകയും ചെയ്തു. പിന്നീട് ആലങ്ങാട് വികാരിക്ക് ഒരു ദർശനമുണ്ടാകുകയും ദിവ്യസ്വരൂപം കണ്ടെടുത്ത സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിക്കുക എന്നതായിരുന്നു അതിൻ്റെ ദർശനം. അതുപ്രകാരം 1791 കുന്നേൽ പള്ളി സ്ഥാപിതമായി.
Thank you.